കർത്താവിന്റെ ദിനത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് തിമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം അല്ലെങ്കിൽ അവസാനത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും ഏകദേശം അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, ഏകദേശം ഇത് പ്രസന്റ് എപ്പിസ്റ്റിലാന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനെ പറ്റിയുള്ള യഥാർത്ഥ വാക്യങ്ങൾ ഈ ലേഖനങ്ങളിൽ കാണുന്നത്. എങ്കിലും താൻ മരണത്തോട് അടുത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പ് പൗലോസിന് അറിയാം. അത് കർത്താവ് തനിക്ക് കൊടുത്തൊരു വെളിപ്പാടാണ്, അല്ലെ? എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ ഇതിന്റെ അകത്തുള്ളത് കൊണ്ട് പൗലോസ് തന്റെ മരണത്തെയും താൻ കർത്താവിനോട് ചേർക്കപ്പെടാൻ പോകുന്ന അനുഭവത്തെയും കണ്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? താളിന്റെ ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. സംതിങ് ഇത്രയും നേരം പറഞ്ഞ ആ കാര്യങ്ങളുടെ ഒരു സമ്മറൈസേഷനിലേക്ക് വരുമ്പോൾ, അതിന്റെ കൺക്ലൂഷനിൽ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയത്തക്കവണ്ണം പൗലോസ് പറയുകയാണ്, ഞാനിത് ഈ ലേഖനം എഴുതിയതോ ഇനി പറയുന്ന കാര്യങ്ങളോ ഒന്നും എന്റെ ഇഷ്ടമല്ല. എന്താണ്? സാക്ഷാൽ ദൈവത്തെ തന്നെ സാക്ഷി നിർത്തി അവന്റെ മുമ്പിൽ എഴുതിയ വാക്കുകളാണ് ഇതൊക്കെ. നമുക്ക് എത്ര എത്ര സീരിയസ് ആണ്, അല്ലെ? ശരിക്കും താൻ കാരാഗ്രഹത്തിലാണെങ്കിൽ അല്ലെങ്കിൽ തന്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സിറ്റുവേഷൻ മാനുഷികമായല്ല, പക്ഷെ തന്റെ ഉറപ്പ് എന്താണ്? അല്ലെങ്കിൽ താൻ സാക്ഷി നിർത്തുന്നത് എന്താണ്? ശരിക്കും ദൈവത്തെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം ഏൽപ്പിക്കുന്നത്. അപ്പം താനിത് എഴുതുമ്പോൾ, താനിത് കൈമാറാൻ തുടങ്ങുമ്പോൾ ശരിക്കും ആരാണ് തന്റെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുന്നത്? ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം ചെയ്യുന്ന അങ്ങനെ നടത്താനുള്ള ക്രിസ്തുയേശുവിനെ, ആ ദൈവത്തെയും, അപ്പൊ പിതാവായ ദൈവത്തിന്റെയും ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യത്തിലാണ് താൻ ഇത് എഴുതുന്നത്. അപ്പൊ താൻ ഇത് സ്വീകരിക്കുമ്പോൾ, അപ്പൊ തിമോഥെയോസ് സ്വീകരിക്കുമ്പോൾ ദൈവത്താൽ സാക്ഷി നിർത്തപ്പെട്ട് എഴുതപ്പെട്ട വാക്കുകളാണിത്. അപ്പം എന്റെ മകനായ തിമോഥെയോസ് എന്ന് പറയുന്ന ആ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാനുഷിക ബന്ധത്തിൽ എഴുതപ്പെട്ട വാക്കുകളല്ല. സത്യത്തിൽ എന്താണ്? പൗലോസ് എന്ന വ്യക്തിയിലൂടെ ദൈവം സാക്ഷി നിന്നുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തു സാക്ഷി നിന്നുകൊണ്ട് എഴുതിയപ്പെട്ട ലേഖനങ്ങളാണ്. അതിന്റെ സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിന്റെ ഒത്തിരി ബൗണ്ടറീസ് കാണുവാനിടയായി തീർന്നു. അതിന്റെ സീരിയസ് കാണിക്കാൻ പറയുകയാണ്, ഇത് ന്യായവിസ്താരം നടത്താൻ കഴിവുള്ളവൻ, അതിന് അധികാരം ലഭിച്ചവൻ, ന്യായവിധിക്ക് സകല നല്ലതും തീയതുമായിട്ടുള്ളത് വേർതിരിച്ച് കാണിക്കാൻ അധികാരമുള്ള കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ ഇത് എഴുതുന്നത്. വളരെ ഭയത്തോടുകൂടെ, ആ ഒരു സീരിയസ്നെസ്സോടുകൂടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇത് എന്താണ്? ഓരോ വാക്കുകളും തിരുവഴുത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, അതൊന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്. ഇത് പ്രത്യേകിച്ച് ശുശ്രൂഷകനെ സംബന്ധിച്ചുള്ള കാര്യമായതുകൊണ്ട്, ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിലെ കാര്യമായതുകൊണ്ട് സംതിങ് സീരിയസ്. പ്രൈസ് ലോർഡ്. എന്താണ് ആ രാജ്യവും അവന്റെ പ്രത്യക്ഷതയും? അപ്പം എന്തിനാണ്? അവൻ ന്യായം വിധിക്കാൻ അധികാരമുള്ളവനാണ്. അവന്റെ പ്രത്യക്ഷതയും അവന്റെ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അപ്പൊ അത് ഫോർ ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അവന്റെ രാജ്യം വരും, അവന്റെ പ്രത്യക്ഷത ഉണ്ടാകും. അപ്പം ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യമല്ല താൻ സത്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യത്തെ, അല്ലെ, നിത്യതയിൽ യാഥാർത്ഥ്യമായ കാര്യത്തെ, കർത്താവിന്റെ വാക്തത്വമായിട്ടുള്ള കാര്യത്തെ സത്യം ചെയ്ത് കൽപ്പിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടും എന്നുള്ളതും അവന്റെ പ്രത്യക്ഷത താമസമേന ഉണ്ടാകും എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അത് സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? കൽപ്പന എന്താണ്? വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോട് ഉപദേശത്തോടു കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ അല്ല. ഇത് കൽപ്പനയാണ്, അല്ലെ? ഇതൊരു കമാൻഡ്മെന്റ് ആണ്. യേശുക്രിസ്തു തന്റെ അവസാന കാലത്തും മത്തായി 28:18 ഒരു ഗ്രേറ്റ് കമ്മീഷൻ നൽകിയിട്ട് പോന്നു, കാണുന്നുണ്ടല്ലേ? അല്ലെ? സകല ജാതികളോട് സുവിശേഷം അറിയിപ്പിൻ. അതൊരു ഓപ്ഷൻ ആണോ? ഇറ്റ്സ് നോട്ട് ആൻ ഓപ്ഷൻ ടു സെലക്ട്, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ടു ഒബേ. ഇവിടെയും യേശുക്രിസ്തു തന്റെ അവസാന വാക്കുകളിൽ ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന പോലെ പൗലോസും തന്റെ അവസാന ജീവിതകാലത്തിൽ അടുത്തൊരു തലമുറയിലേക്ക് ആ ബാറ്റൺ കൈമാറുമ്പോൾ ഏൽപ്പിക്കുന്ന കമാൻഡാണ്. ഇത് ഒരു ഓപ്ഷൻ അല്ല. തിമോഥെയോസിന് ആ ശുശ്രൂഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട്, ഇന്നലെ കണ്ടതുപോലെ അവൻ ദൈവത്തിന് മനുഷ്യനായതുകൊണ്ട്, ഇതിൽ നിന്നെല്ലാം വിട്ടോടിയവനായതുകൊണ്ട് എന്ത് പറയുകയാണ്? നിന്നോടുള്ള കമാൻഡ്മെന്റ് ഇതാണ്. ഇതൊരു ഓപ്ഷൻ ആയിട്ടല്ല സ്വീകരിക്കേണ്ടത്. ഞാനിത് ദൈവത്തെ സാക്ഷി നിർത്തിയാണ് നിനക്ക് എഴുതുന്നത്. ഇത് എന്താണ്? ഇതൊരു കൽപ്പനയായിട്ട് തന്നെ സ്വീകരിക്കുക, അനുസരിക്കേ മതിയാകൂ, ഇത് അനുസരിക്കാനുള്ളതാണ് എന്ന് പറയുന്ന അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കൽപ്പനയായിട്ട് പറയാണ് വചനം പ്രസംഗിക്കുക, അല്ലെ? അപ്പൊ ഇത്
വചനം പ്രസംഗിക്കുന്നവരോട് ഉള്ള പ്രത്യേകമായിട്ടുള്ള കൽപ്പനയാണ്. അതിന്റെ അകത്ത് ഒരു കോംപ്രമൈസ് കാണിക്കരുത്. സമയത്തിൽ അസമയത്തിൽ ഒരുങ്ങി നിൽക്കുക. അത് ഒരുങ്ങി നിൽക്കേണ്ട സമയം എപ്പോഴാണ്? അത് ഏതു സമയത്തും സൗമ്യതയോടെ, എന്നാൽ ശാസനയും തർജ്ജനവും വേണ്ട സമയത്ത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്ത് ചെയ്യുക? ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അപ്പൊ ദീർഘക്ഷമയും ആവശ്യമാണ്, എന്നാൽ ശാസന വേണം താനും, അല്ലെ? തീത്തോസിന്റെ ലേഖനത്തിലും ആ കാര്യങ്ങൾ 1:14 കാണുന്നുണ്ട്. യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കും. അപ്പം ഇതിന്റെ ബൗണ്ടറി വിട്ടു പോകുന്നവരോട് എന്ത് ചെയ്യണം? ശാസന തന്നെ വേണം. എന്ന് വെച്ചാൽ ഒരു അപകടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെ, ഒരു കുഴിയിലേക്ക് ചാടാൻ പോകുമ്പോൾ നമ്മൾ അടുത്ത് ചെന്ന് തമാശ പറഞ്ഞുകൊണ്ട് ഇതൊരു കുഴിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ ലാഘവത്തോടാണ് പറയുന്നത്. ഗെറ്റ് ബാക്ക്. നമ്മൾ ലഭിച്ച ശബ്ദം വെച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഉറക്ക നിലവിളിച്ച് പറയും, അപകടമാണ്, കം ബാക്ക്. അലേർട്ടുകൾ അങ്ങനെയാണ്. അലേർട്ടുകൾക്ക് എപ്പോഴും അതിന്റെ സീരിയസ്നെസ് ഉണ്ടാകും. അലേർട്ടുകൾക്ക് അതിന്റെ ശബ്ദത്തിന് അതിന്റെ ഗാംഭീര്യം ഉണ്ടാകും. അതുപോലെ തന്നെ പറയാണ്, ഇതിന്റെ അപകട മേഖലയിലേക്ക് പോകുന്നു. വചനം വിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് പോയി വന്നാൽ അവിടെ ശാസന ഉണ്ടാകണം, ഇവിടെ തർജ്ജനം ഉണ്ടാകണം, അല്ലെ? എന്നാൽ സകല ദീർഘക്ഷമയും വേണം. ആ ദീർഘക്ഷമ എന്ത് ചെയ്യണം? ആ വ്യക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഉപദേശ സംബന്ധമായിട്ട് വളരെ സീരിയസ് ആയിട്ടായിരിക്കണം നിലനിൽക്കേണ്ടത്. ഉപദേശത്തെ സംബന്ധിച്ച് ഒരു കോംപ്രമൈസ് പാടില്ല. പക്ഷെ അതേസമയം ആ ശാസന കേൾക്കുന്ന വ്യക്തി നഷ്ടപ്പെട്ടു പോകരുത്, അല്ലെ? അവനെ സ്നേഹിക്കുകയും അവനെ ദീർഘക്ഷമയോടെ പരിപാലിക്കുകയും വേണം. അപ്പം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കും. ഒരു അപ്പൻ കുഞ്ഞിനെ ശാസിക്കുന്നത് അവൻ നശിച്ചു പോകാനാണോ? അല്ല. എന്നാൽ ആ കാര്യത്തിന്റെ സീരിയസ്നെസ്, ഇപ്പൊ തീക്കകത്ത് കൈയിടാൻ പോകുമ്പോൾ ഇത് തീ പോലൊരു സാധനമാണ് കുഞ്ഞെന്ന് പറഞ്ഞ് തുള കയറ്റോണ്ടാണോ പറയുന്നത്? നോ. അതിന്റെ അകത്ത് ശാസനയോടുകൂടിയാണ് ആ കുഞ്ഞിനെ കൈ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത്, അല്ലെ? അതാണ്. എന്നാൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. ആ സകല ദീർഘക്ഷമയും സ്നേഹവും എല്ലാം എന്ത് ചെയ്യണം? ഈ ശാസനയ്ക്കകത്ത് ഒരപ്പൻ മക്കളോട് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കണം. അപ്പം വചനത്തിനകത്ത് എന്തുണ്ട്? ഇവൻ വചനം കേൾക്കുന്നവർ പോലും ശ്രദ്ധിച്ചോണം. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻകറേജ്മെന്റ് മാത്രമല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് കറക്ഷനും കിട്ടും, നിങ്ങൾക്ക് ശാസനയും കിട്ടും. അപ്പൊ പിതാവായ ദൈവത്തിന്റെ ശാസന ഒരു മനുഷ്യനിലൂടെയാണ് കേൾക്കുന്നതെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശിക്ഷണമാണത്. ദൈവത്തിന്റെ ആത്മാവ്, അതുകൊണ്ടാണ് ദൈവത്തെ സാക്ഷി നിർത്തി പറയുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ഡയറക്ഷനാണത്. ഒരു ശാസന കേൾക്കുമ്പോൾ എന്താണ്? അത് നമ്മളെ എന്താണ്? നീതിയുടെ അഭ്യസനത്തിലേക്ക്, ആ ഉപദേശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഒരു ശാസന കേട്ട് കഴിയുമ്പോൾ അത് ഏത് കാര്യത്തിന്റെ ശാസനയാണെന്നുള്ള തിരിച്ചറിയണം, അല്ലെ? ആ ഉപദേശപ്രകാരമുള്ള ശാസനയായിരിക്കണം, പത്യോപദേശത്തിന്റെ ശാസനയായിരിക്കണം. എന്നാൽ പല സ്റ്റേജുകളിലും ഒത്തിരി ശാസനകൾ കേൾക്കുന്നുണ്ട്. പാസ്റ്റർമാരുടെ കാര്യങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ മുതൽ ബോർഡോട്ട് ഒത്തിരി ശാസനം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉപദേശത്തിന് വിപരീതമായിട്ടുള്ള ശാസനങ്ങൾ. അതുകൊണ്ട് പ്രയോജനമില്ല. അത് കൊണ്ട് പ്രയോജനമില്ല. പക്ഷെങ്കിൽ സകല ഉപദേശത്തോടും കൂടെ ആ ഉപദേശത്തിന് പാരലായി നിൽക്കുന്ന അപ്പൊ ആ ശാസനയുടെ അകത്ത് അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്തായിരിക്കും? ക്രിസ്തു എന്ന ലക്ഷ്യം മാത്രമായിരിക്കും. ഉപദേശം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് നമ്മുടെ അകത്ത് വരേണ്ടത് എന്താണ്? ക്രൈസ്റ്റ് ലൈക്ക്നെസ്. അവന്റെ ആത്മാവിനാലുള്ള ജീവിതം. ആ ഉപദേശം എന്ന് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ അകത്ത് വരേണ്ടത് ക്രൈസ്റ്റ് ലൈക്ക്നെസ് എന്നുള്ള ലക്ഷ്യം മാത്രമായിരിക്കണം. ഓക്കെ. അപ്പൊ ആ ഉപദേശത്തോടു കൂടി ശാസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആ ശാസനയുടെ ലക്ഷ്യം അവനെ ക്രിസ്തുവിനെ പോലെ ആക്കുന്ന ഒരു ഡയറക്ഷൻ ആയിരിക്കണം. ആ ശാസനയുടെ ലക്ഷ്യം അവനെ ക്രിസ്തുവിനെ പോലെ ആക്കുന്ന ഒരു കറക്ഷൻ ആയിരിക്കണം. അല്ല വെറുതെ നമ്മുടെ സ്വഭാവത്തെ കയറി ശാസിക്കാനും നമ്മുടെ ഡെയിലി റൂട്ടിനെ കയറി ശാസിക്കാനും അങ്ങനെയൊന്നുമല്ല. അതെല്ലാമാണ് ഈ ധാർമ്മികതകളുടെ എറൗണ്ട് ആയിട്ടുള്ള ആ മോറൽ ലൈഫിനെ എറൗണ്ട് ആയിട്ടുള്ള ശാസ്ത്രജ്ഞങ്ങളാണ് ഇന്ന് പലയിടത്തും വചനപ്രസംഗമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇതൊന്നും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന ശാസനം എന്താണ്? അത്യുപദേശത്തിന് വിപരീതമായപ്പോഴും പറയുന്ന കാര്യങ്ങൾക്കുള്ളിൽ ശാസനയാണ്. ഓക്കെ. അപ്പൊ ഉപദേശത്തോടു കൂടെയുള്ള ശാസന അത് ഇമ്പോർട്ടന്റ് വാക്യമാണ്. വെറും ഒരു ശാസനയല്ല. തർജ്ജമ ചെയ്യുമ്പോൾ, ശാസന ചെയ്യുമ്പോൾ, കറക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ കവറിങ് എന്തായിരിക്കണം? അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? പത്യോപദേശം തന്നെയായിരിക്കണം. അപ്പൊ പത്യോപദേശത്തിലുള്ള കാര്യങ്ങളുമായി സംബന്ധിച്ചുള്ള ശാസനയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രബോധിപ്പിക്കുക, എക്സോർട്ട് ചെയ്യുക. അപ്പം ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെ? ബലഹീനന്മാരെ താങ്ങേണ്ട കാര്യങ്ങളുണ്ടാവും. അവർക്ക് പ്രബോധനം ആവശ്യമുള്ള സമയങ്ങളുണ്ടാവും. അവരെ എല്ലാം എന്ത് ചെയ്യാം? ഈ സകല ദീർഘക്ഷമയിലും ശാസന വേണ്ടപ്പോൾ ശാസന, തർജ്ജനം വേണ്ടപ്പോൾ തർജ്ജനം, അല്ലെ? എന്ത് ചെയ്യണം? പ്രബോധനം വേണ്ടപ്പോൾ പ്രബോധനം. ഒരു അപ്പന്റെ പ്രബോധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അവർ പത്യോപദേശം പൊറുക്കുക. അപ്പം എവിടെയാണ് ശാസനയും തർജ്ജനയും ഒക്കെ വേണ്ടി വരുന്നത്? അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസകമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. അപ്പം 2 തിമോഥെയോസ് 4:3-4 അതിന്റെ നെക്സ്റ്റ് പേജിൽ കാണുന്ന തീത്തോസിന്റെ 1:14 ചേർന്ന് വായിക്കുമ്പോൾ അവിടെ അന്ന്
സഭാ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്നവർ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് യഹൂദ കഥകൾ, സത്യം വിട്ടകലുന്ന ഉപദേശങ്ങൾ, തത്വജ്ഞാനങ്ങൾ, ആദർശങ്ങൾ. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? പ്രോസ്പെരിറ്റി തിയോളജി അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ. ക്രിസ്തുവിനെ വിട്ടുണ്ടാകുന്ന എല്ലാ മേഖലകളും അത് തർജ്ജമ ചെയ്യപ്പെടേണ്ടതാണ്. ആ ശാസനം കേൾക്കപ്പെടേണ്ടതാണ്. അവർ പത്യോപദേശമല്ല കൊടുക്കുന്നത്. അവർക്ക് എന്താണ്? കർണരക്ഷകന്മാർ, എന്താണ്, ചെവിക്ക് കേൾക്കാൻ കൊള്ളാവുന്ന മനുഷ്യന്റെ മോഹങ്ങൾക്കനുസരിച്ചുള്ള അതിന്റെ പാറ്റേൺ അനുസരിച്ചുള്ള ഉപദേശങ്ങൾ ആരുണ്ടാക്കുമെന്ന് പറയുന്നത്? ഈ കേൾക്കുന്നവർ തന്നെ ഉണ്ടാക്കും. ഈ കേൾക്കുന്നവർ തന്നെയാണ് ഇവരുടെ എനർജിക് സോഴ്സ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാൻ ഇടയായി തീർന്നു ചില പ്രത്യേകം സ്ത്രീകളെ പറ്റി. അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് ഇവരുടെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും പറയുകയാണ്, ഈ ഈ സ്വന്തം മോഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ളവർ സഭയ്ക്കകത്ത് കൂടി വന്നു കഴിയുമ്പോഴത്തേന് എന്താണ്? അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ശുശ്രൂഷകന്മാരെ പ്രൊമോട്ട് ചെയ്ത് കയറ്റും. അപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? ഈ കർണരസകമാറുള്ള ആ ഒരു ചെവിയോടെ നടക്കുന്നവർക്ക്, എന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചൊരു ദൈവം, അല്ലെ, എന്റെ വിഷയങ്ങളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ആ ഒരു മോഹത്തിനനുസരിച്ച് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത് പറയുന്ന ആൾക്കാരെ പെരുക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെ പുൾപിറ്റുകളിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ, അല്ലെ, ഏകദേശം ഇന്നത്തെ കാലത്ത് ഇതിന്റെ അധികം വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു. ക്രിസ്തുവിനെ പറ്റി ഒന്നും പറയാനില്ല, പക്ഷെ കഥകളും കർണരസമായിട്ടുള്ള കാര്യങ്ങളും തമാശകളും മോറൽ സയൻസുകളും പോസിറ്റീവ് എനർജിയുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇതിനെ കൊണ്ടൊന്നും ഒരു കുറവുമില്ല. ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിനെ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത്യാവശ്യം പണ്ടാരിൽ പറഞ്ഞ പോലെ ബെനഡിക്ഷൻ പറയാൻ കാത്തിരിക്കണം, അല്ലെ? ആശ്വാസം പറയുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ പേര് പോലും കേൾക്കുന്നത്. അപ്പം ശരിക്കും ഈ വാക്യങ്ങളുടെ യഥാർത്ഥ പോരാട്ടം നിലനിൽക്കേണ്ട ഒരു കാലമാണിത്. ഞാനും കേൾക്കുന്നത് നിങ്ങൾ ഒരുപോലെ ഈ ഒരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ പോരാട്ടത്തോടൊപ്പം തന്നെ ഇതിന്റെ മിനിസ്ട്രിയുടെ പോരാട്ടം. എന്താണ് ആ പോരാട്ടം? പൗലോസ് ഉപദ്രവം സഹിച്ച പോരാട്ടം എന്താണ്? ഇക്കോനിയിലും അന്ത്യോക്യയിലും ലുസ്ത്രയിലും പൗലോസ് എന്തുകൊണ്ടാണ് ഈ ഉപദ്രവം സഹിച്ചത്? ഈ പത്യോപദേശത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള ആ ഒരു പോരാട്ടം. അപ്പം ആ ഒരു കാലം വരും എന്ന് ആണ് ഇവിടെ പ്രവചനം പറയുന്നത്. നമുക്ക് മുമ്പിൽ ആ വാക്യം എന്താണ്? ആ കാലം വന്നു കഴിഞ്ഞു, അല്ലെ? അപ്പൊ ആ കാലം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് തിമോഥെയോസിനെക്കാളും സീരിയസ് ആയിട്ട് നമ്മളാണ് ഈ വാക്കുകൾ ഏറ്റെടുക്കേണ്ടത്. ഓക്കെ, നീയോ. അപ്പം ഈ പദം നമ്മൾ പല പ്രാവശ്യം ശ്രദ്ധിച്ചല്ലേ? എവിടൊക്കെ അവർ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്രസ് ചെയ്ത കാര്യങ്ങളിൽ അവരുടെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിട്ട് പറയുകയാണ് നീയോ. ഇന്നലെ നമ്മളും നീയോ എന്നവരോട് പഠിച്ചു എന്നോർത്ത് ചിലർ ദോഷത്തിന് മുതിർന്നു വരുന്നു. നീയോ നിന്റെ ജനനെ സംബന്ധിച്ച്, നിന്റെ ആത്മാവിന്റെ ജനനെ സംബന്ധിച്ച് തിരുവെഴുത്തുകളിൽ ഉറച്ചു നിൽക്കുക. ഇനി ഇവിടെ പറയുകയാണ്, പലരും കർണരസമാറുള്ള സ്വന്തം മനുഷ്യന്റെ മോഹങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപദേശങ്ങൾ പറയുന്നതുകൊണ്ട് ആ ഭാഗങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് ഓടിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷന്മാർ എഴുന്നേൽക്കുന്ന സ്ഥലത്ത് നീയോ എന്ത് ചെയ്യണം? സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ആര് കൂടെ ഉണ്ട് ഇല്ല എന്നുള്ളത് വിഷയമല്ല. നിന്നെ ഏൽപ്പിച്ചത് നിർമ്മതമായി സുവിശേഷം പ്രസംഗിക്കുക. അത് സമയവും അസമയവും, ദൈവത്തിന്റെ ആത്മാവ് ഏത് സമയത്താണ് അതിനുവേണ്ടി ഒരുക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തൊന്നല്ല, നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തപ്പോഴും ദൈവാത്മാവ് ഒരു സിറ്റുവേഷൻ ഒരുക്കിയാൽ എന്ത് വചനം പ്രസംഗിക്കണം എന്നുള്ളത് നമ്മുടെ അകത്ത് ബോധ്യമുണ്ടായിരിക്കണം. ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു പോരാട്ടം, ആ ഒരു റെഡിനെസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് ഏതു സമയത്തും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുക്കി തരാം. അപ്പം എന്ത് ചെയ്യാം? ഇപ്പൊ ഇന്നൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സമയം എന്നുള്ളൊരു ക്രമം എനിക്കുണ്ടായി. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ വേറൊരു അവസരത്തിൽ നമുക്ക് ദൈവം വേറൊരു സിറ്റുവേഷൻ ഒരുക്കി തരും. ഒരു വ്യക്തിയോട് സുവിശേഷം പറയാനായിരിക്കും, ഒരു സമൂഹത്തെ അഡ്രസ് ചെയ്യാനായിരിക്കും, എനി ടൈം. അല്ലെങ്കിൽ ചില വ്യക്തികൾ ആർഗ്യുമെന്റുകളായിട്ട് വരുമ്പോഴായിരിക്കും, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ അറ്റ് എനി ടൈം സൗമ്യതയുടെ ആത്മാവിൽ, പത്രോസ് പറയുന്ന പോലെ ആ സൗമ്യതയുടെ ആത്മാവിൽ അവർക്ക് പ്രതിഫലം പറയേണ്ടത് നിങ്ങൾ എന്ത് ഉത്തരം പറയണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. ഓക്കെ, അപ്പം ഏതുറക്കത്തിൽ എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏതുറക്കത്തിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ പറയാനുള്ള ഹൃദയം നിറഞ്ഞ വാക്കുകൾ ഇവിടെ അകത്തുണ്ടായിരിക്കും, അല്ലെ? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസാദിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായിൽ എപ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ ക്രിസ്തുവിനെ ധ്യാനിക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുക. ഏതുറക്കത്തിൽ നമ്മുടെ വിശ്വാസികൾ എഴുന്നേറ്റ് ചോദിച്ചാലും ഞാനല്ലേ ക്രിസ്തുത്തെ എന്ന് പറയുന്ന ഒരു സ്വഭാവം, അല്ലെ? ആ ഒരു പാറ്റേൺ ഓഫ് ലൈഫ് കടന്നു വന്നു കഴിഞ്ഞു. അത് എപ്പോഴും എന്ത് ചെയ്യാം? അത് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുകയും അത് പറയാൻ വേണ്ടി റെഡിനെസ് ആയിട്ട് നിൽക്കുകയും ചെയ്യണം. ഓക്കെ, ആ ബാറ്റൻ കൈമാറി കഴിഞ്ഞു. തിമോഥെയോസിന് ബാറ്റൻ കൈമാറി കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവത്തെയും സാക്ഷി നിർത്തി ഈ ബാറ്റൻ പൗലോസ് കൈമാറുകയാണ്.
നീയോ വചനം പ്രസംഗിക്കുക. സാക്ഷി നിർത്തി മരിക്കാൻ പോകുന്ന പൗലോസ് ഇനി കുറച്ചു നാളിലൂടെ ശുശ്രൂഷയ്ക്കായി ജീവിക്കുന്ന തിമോഥെയോസിന് ഒരു ബാറ്റൺ കൈമാറുകയാണ്. നീയോ വചനം പ്രസംഗിക്കുക. ശാസനയും തർജ്ജനവും ഇതൊന്നും മനുഷ്യരുടെ മുഖം നോക്കിയേ ശാസ്ത്രിക്കാൻ തോന്നത്തില്ല, തർജ്ജി ചെയ്യാൻ തോന്നത്തില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ മുഖം നോക്കാതെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. കർത്താവ് ഏൽപ്പിച്ചതാണ് എന്റെ ലക്ഷ്യം. എന്നെ കേൾക്കുന്നവരുടെ പ്രൈസിങ് അല്ല, എന്നെ കേൾക്കുന്നവരുടെ പ്രീതി അല്ല എന്റെ ലക്ഷ്യം. എന്നെ ഏൽപ്പിച്ചത് നിറപടിയായി നിവർത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലെ, ഒരു ഭടനെ പറ്റിയുള്ള ഒരു പിക്ചർ നമ്മൾ കണ്ടു. ആ ഭടന്റെ ചിന്ത എന്താണ്? എങ്ങനെ എനിക്ക് എന്റെ കമാൻഡറിനെ പ്രസാദിപ്പിക്കണം. ജീവന കാര്യങ്ങൾ പോലും മറന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുന്ന ഒരു ഭടനെ പോലെ ഇറങ്ങാനാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അല്ലെ, എന്താണ് ആ പാനീയാഗം എന്ന് ഉദ്ദേശിക്കുന്നത്? ആ ശുശ്രൂഷയുടെ പേരിൽ താൻ രക്തസാക്ഷിയാകാൻ പോവുകയാണ്. ഫിലിപ്പിയൻസ് 2:17 ഒന്ന് വായിച്ചു നോക്കിയേ. 16 and 17. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചത് വെറുതെ ആയില്ലേ എന്ന് ക്രിസ്തുവിന്റെ നാളെ എനിക്ക് പ്രശംസ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. കണ്ടോ, ഇവിടെയാണ് ആ കാര്യം പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതും. ആ ഒരു സമയത്ത് കാരാഗ്രഹത്തിൽ നിന്ന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ശുശ്രൂഷയിൽ എനിക്ക് രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും. അന്ന് പൗലോസിന് സന്തോഷമുള്ള കാര്യം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ ശുശ്രൂഷയിൽ എനിക്ക് രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞ പൗലോസ് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് സിറ്റുവേഷൻ വന്നപ്പോ മാറിപ്പോയോ? ഇല്ല, ആ സന്തോഷത്തിൽ തന്നെയാണ് പറയുന്നത്. അല്ലേ, അതെന്തൊരു സന്തോഷമല്ല. ജീവൻ പോകുമ്പോഴും ആ ശുശ്രൂഷ നിവർത്തിച്ചല്ലോ എന്നുള്ള ആ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എന്ന വേലയ്ക്കായിട്ടുള്ള ആ ഒരു യാഗപൂർണമായ ജീവിതം കർത്താവിന്റെ മുമ്പിൽ ഒരു യാഗമായി ഏൽപ്പിക്കപ്പെടുന്ന ആ ഒരു സ്വന്തം ഇഷ്ടമല്ലാതെ കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന ആ യാഗവസ്തുവായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടുകയാണ്. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. അത് പൗലോസിന് ഉറപ്പാണ്. അത് ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് വെളിപ്പെടുത്തി വേണം. കാരണം ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. ദൈവം തീർച്ചയായിട്ടും തന്നോട് സംസാരിച്ചിട്ടുണ്ട്, തന്റെ മരണത്തിനായി ഒരുങ്ങാൻ വേണ്ടി. ഓക്കെ, അതുകൊണ്ടാണ് പൗലോസ് അവസാനം അഗബോസ് പ്രവാചകനാന്ന് തോന്നുന്നത്, ഈ തന്റെ ഈ നിര്യാണ കാലത്തെ കൂടി പ്രവചിച്ചപ്പോൾ പൗലോസ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് യെരൂശലേമിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ പ്രാണനെ പോലും കരുതുന്നില്ല. പ്രാണനെ പോലും കർത്താവിനോട് വെച്ചുകൊള്ളുവാൻ ഞാൻ റെഡിയാണ്. അപ്പം പൗലോസിനെ ഇങ്ങനെ ബന്ധിച്ചു കൊണ്ടുപോകുന്ന ആ പ്രവാചകൻ പറഞ്ഞപ്പോൾ പൗലോസ് എന്താണ് ആയിട്ട് പറഞ്ഞത്? ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമാണത്, അല്ലെ? കാരണം ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോവുകയാണ്. കണ്ടോ, പത്രോസിനോട് അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. നിനക്ക് ചെറുപ്പകാലത്ത് നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്റെ അരകെട്ടി നീ ഓടി, പക്ഷെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ലൈഫ് അങ്ങനെയാണ്. കാറ്റ് പോലെയാണ്. ആ കാറ്റ് എങ്ങോട്ട് അടിക്കുന്നു അങ്ങോട്ട് തന്നെ തന്റെ ജനം നയിക്കപ്പെടും, അല്ലെ? അപ്പൊ ഇപ്പോൾ പൗലോസിന്റെ മേലുള്ള കാറ്റ് എന്താണ്? മരണത്തിനാ ഒരുങ്ങുക എന്നുള്ളതാണ് ആ കാറ്റ് അവന്റെ മേൽ അടിക്കുന്നത്. അപ്പൊ വീണ്ടും ജനിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു കാറ്റുണ്ടാവും. അത് ഇവിടെ നിന്ന് വരുന്നെന്ന് എവിടേക്ക് പോകുന്ന അറിയത്തില്ല. ആത്മാവിന്റെ കാറ്റ് ഇപ്പൊ പൗലോസിന് എങ്ങനെയാണ് അനുഭവിക്കുന്നത്? നിര്യാണ കാലത്തിനെ ഒരുങ്ങുക, തിമോഥെയോസിനെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുക, അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ ഏൽപ്പിക്കുക. പൗലോസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെ? തന്റെ സ്വന്തം ജീവിതത്തിന്റെ ഓട്ടം തികയ്ക്കാൻ ശ്രദ്ധിച്ചു, ശുശ്രൂഷ തികയ്ക്കാൻ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഇത് ഈ പത്യോപദേശം പഠിപ്പിക്കാനുള്ള വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷയും താൻ ഇവിടെ തികയ്ക്കുകയാണ്. അതാണ് ഈ ലാസ്റ്റ് ലേഖനം എഴുതുന്നത്. ആ ശുശ്രൂഷയുടെ ലാസ്റ്റ് ഹഡിലാണ് എന്താണ്? വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാനുള്ളത് ലാസ്റ്റ് ഹഡിൽ. അതുകൂടെ പൗലോസ് ഇവിടെ തികയ്ക്കുകയാണ് ഈ ലേഖനം എഴുതുന്നതോടുകൂടി. ഓക്കെ, അപ്പൊ നമുക്കും ഇതാണ് നമ്മുടെ ലൈഫും നമ്മുടെ മിനിസ്ട്രിയും. അതോടൊപ്പം അടുത്തൊരു തലമുറയിലേക്ക് ഈ മിനിസ്ട്രി കൊണ്ടുപോകേണ്ട വിശ്വസ്ത മനുഷ്യരെ ഏൽപ്പിക്കുന്നതായി. എന്നിട്ട് പറയുകയാണ്, എന്റെ പോരാട്ടം ഇതായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇതൊരു ഞാൻ പെർഫെക്റ്റ് ആയെന്ന് പറയുന്നത് പെർഫെക്ഷന്റെ ഒരു സാക്ഷ്യമല്ല ഇത് വിശ്വാസം. കർത്താവ് എനിക്ക് തന്ന വിശ്വാസത്തിൽ ഞാൻ ഓടി തികച്ചു എന്നുള്ള കാര്യമാണ്, അല്ലെ? പൗലോസിന് സ്വന്തമായിട്ട് പ്രശംസിക്കുവാനൊന്നുമില്ല. 1 Corinthians 15:10 ചേർത്ത് വായിക്കുമ്പോൾ, ഞാനല്ല ഓടിയത്, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കൃപയാണ്. ആ വാക്യം ചേർത്ത് വായിക്കും. 1 Corinthians chapter 15 verses 10. ഞാൻ അപ്പോസ്തലന്മാരെ ഏറ്റവും ചെറിയവനല്ലോ, ദൈവത്തെ ഉപദ്രവിച്ചാൽ അപ്പോസ്തലന്റെ പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നു ദൈവകൃപയിലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യത്വം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപയല്ല. അപ്പൊ ഓട്ടം ഓടി എന്ന് പറയുമ്പോൾ പൗലോസ്
പറയാണ് ഇത് ഞാനല്ല, എന്നോട് കൂടെ ഉണ്ടായിരുന്ന കൃപയാണ് ഓടിയത്. അല്ലെ? അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ വാക്കുകളിൽ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ടല്ലോ, സ്റ്റിൽ മൈ ലിപ്സ് ഷാൾ റിപ്പീറ്റ് നോട്ട് മീ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ആ ഓട്ടം തികച്ച് അവിടെ ചെല്ലുമ്പോഴും എന്റെ പാട്ട് എന്തായിരിക്കും? ഇത് ഞാനല്ല ഓടിയത്, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ദൈവകൃപയാണ്. നിത്യതയും മുഴുവൻ കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്താണ്? പൗലോസ് എന്ന വ്യക്തിയുടെ പേര് അവിടെ കേൾക്കാനില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും പേരൊന്നും കാണാനില്ല. അവിടെ മുഴുവൻ കേൾക്കുന്ന അടക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം എന്നുള്ള പാട്ട് മാത്രമാണ്. അവിടെ കൃപയുടെ മഹത്വമാണ് അവിടെ പാടി കേൾക്കുന്നത്. അപ്പൊ ഓട്ടം തികച്ചവരുടെ നാവുകളിൽ എന്താണുള്ളത്? ശരിയാണ്, നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ, എക്സ്റ്റേണലി നോക്കിക്കഴിയുമ്പോൾ ഞാനാണ് ആടിക്കൊള്ളുന്നത്, ഞാനാണ് പ്രസംഗിക്കുന്നത്, ഞാനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെടുക്കുന്ന ഇന്റേണൽ ഫോഴ്സ്, ഇത് ദൈവത്തിന്റെ കൃപയാണ്. ഈ കൃപ ഒരു നിമിഷത്തേക്ക് എന്നിൽ നിന്ന് മാറ്റിയെടുത്താൽ ഞാൻ ഈ ശുശ്രൂഷയുടെ ഒരു വിരൽ പോലും അനക്കാനെ കൊണ്ട് കഴിയത്തില്ല. അപ്പൊ ഈ കൃപയാണ്, ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞ ആത്മമുഖത്തോട് തുടങ്ങിയ ഈ കൃപയാണ് എന്ത് ചെയ്തത്? എന്നെ കൊണ്ട് ഇത് ഓടിച്ചത്. ഞാൻ മറ്റെല്ലാവരെക്കാളും അത്യധികം അധ്വാനിച്ചു. പറയുമ്പോൾ ശരിയാണ്, നിങ്ങൾ നോക്കുമ്പോൾ ഞാനാണ്, പക്ഷെങ്കിൽ അത് ഞാൻ അല്ലായിരുന്നു. ആരാണ് അധ്വാനിച്ചത്? എന്റെ അകത്ത് ദൈവം പ്രവർത്തിച്ചതാണ്. അല്ലെ? അതെനിക്ക് മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികളായതുകൊണ്ട് എന്റെ അകത്ത് ഈ കൃപ വർക്ക് ചെയ്തതാണ്. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വാക്കുകളിൽ പോലും ഞാൻ അറിയുന്ന ഒരു കാര്യമാണ്, ഇത് ഞാനല്ല സംസാരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ്. കാരണം ഞാൻ എന്നെ തന്നെ ചിന്തിക്കാറുണ്ട്, വേറെ ഏത് കാര്യത്തിലും ഒരു കാര്യത്തെ പറ്റി ടോപ്പിക് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടോക്ക്, ഒരു സെക്യുലർ ടോക്ക് പറയാൻ പറഞ്ഞാൽ എനിക്ക് എഴുതി എടുത്ത് വായിക്കേണ്ടി വരും. പക്ഷെങ്കിൽ ദൈവവചനം പറയാനിരിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എന്റെ ജ്ഞാനത്തിൽ നല്ല വരുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവജനത്തെ സ്നേഹമുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഒഴുകി വരികയാണ്. അപ്പം ഏത് കാര്യത്തിലും നമ്മൾ നമ്മുടെ കഴിവിനെ ഒന്നും എടുത്ത് കാണിക്കാനില്ല. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ് നമ്മുടെ അകത്ത് അഹങ്കാരം വരാതെ താഴ്മയെ സൂചിപ്പിക്കുന്നത്? കാരണം നമ്മുടെ കഴിവില്ലാത്ത സ്ഥലത്താണ് നമുക്ക് കൊണ്ട് നിർത്തുന്നത്. എന്നിട്ട് അവന്റെ ആത്മാവിൽ നിന്ന് ഇത് ഒഴുക്കുക ചെയ്യുക. അപ്പം ഈ ശുശ്രൂഷകളിലും ജീവിത അവസാനത്തിൽ എപ്പോഴും നമുക്ക് തനിക്ക് പറയാനുള്ളത് എന്താണ്? ആ കൃപയുടെ ഓട്ടമാണ്. അപ്പൊ നല്ല പോർ പൊരുതു. ഈ നമ്മൾ മുമ്പേ കേട്ട ആ പൊരുത് ഏതായിരുന്നു? ആ പൊരുത് ഏതായിരുന്നു? അല്ലെ? ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും, എന്നാൽ ചിലരെ ദീർഘക്ഷമയോടെ കരുതാനും, അല്ലെ? എന്തെല്ലാം കാര്യങ്ങൾ ആ ഒരു പഠനെ പോലെ ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ ഓടാനും, കഷ്ണം സഹിക്കാനും, ഉപദ്രവം സഹിക്കാനും എല്ലാം എന്ത് ചെയ്തു? വിശ്വാസം കീപ്പ് ചെയ്യാനും, പത്യോപദേശത്തെയോട് കോംപ്രമൈസ് ചെയ്യാതെ. പല സാഹചര്യങ്ങളിൽ പൗലോസ് കോംപ്രമൈസ് ചെയ്തായിരുന്നെങ്കിൽ പല കഷ്ടതകൾ അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും, കഷ്ടതകളെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് പത്യോപദേശത്തോടുള്ള കോംപ്രമൈസ് ചെയ്യാതെ അപ്പൊ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും എല്ലാ രീതിയിലും ആ പോരാട്ടം കഴിക്കുവാനിടയായി തീർന്നു. ഓട്ടം തികച്ചു, തന്നെ ഏൽപ്പിച്ച ഓട്ടം തികച്ചു. ഇനി വിശ്വാസം കാത്തു. ദൈവം തന്ന ആ ഗിഫ്റ്റ് ആയിട്ടുള്ള വിശ്വാസം കാത്തു. ആ വിശ്വാസം എന്തായിരുന്നു? ആ ക്രിസ്തു അനുരൂപത്തിലേക്ക് എത്താനുള്ള ഒരു ബ്രിഡ്ജായിരുന്നു. അല്ലെ? അവനെ കണ്ടപ്പോൾ എന്റെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവ് ദാനമായി തന്ന ആ ഫെയ്ത്ത് എന്ത് ചെയ്തു? ഞാൻ കാത്തു. അത് നമ്മൾക്ക് കാൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലെ? ഇത് കർത്താവ് തികയ്ക്കുമെന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ അവനെ പോലെ ആകുമെന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം, ഇതാണ് നമുക്ക് കാൽക്കാനുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് കാക്കാൻ വേണ്ടി നൽകപ്പെട്ട കാര്യമാണ് വിലയേറിയ വിശ്വാസം എന്ന് പറയും. അതാണ് പത്രോസ് പറയുന്നത്. ചില പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നുണ്ട്. ഇറ്റ്സ് എ പ്രഷ്യസ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്താണ്? ഈ കൃപയിൽ ആശ്രയിച്ച് ഓടാനുള്ള ഒരു ബ്രിഡ്ജാണ് അത്. അല്ലെ? അവനെ ആശ്രയിക്കാനുള്ളൊരു കെൽപ്പാണ്. എനിക്ക് ക്രിസ്തു ഉണ്ടല്ലോ എന്ന് പറയാനുള്ള ആ ഒരു ജീവനാണത്. എന്നിൽ ഇല്ലാത്തതും ക്രിസ്തുവിലുള്ളതുമായ കാര്യത്തിലേക്ക് എനിക്ക് ഒരു ആങ്കർ ഇടാനുള്ള ഒരു ബ്രിഡ്ജാണ് അത് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒരു അവസരത്തിലും ആ ഫെയ്ത്ത് മുറുകെ വിട്ട് കളയരുത്. ഈ മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ, ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ, എവറസ്റ്റ് ഒക്കെ കയറുന്ന ആൾക്കാർക്ക് ഒരു ഹുക്ക് ഉണ്ടല്ലേ, ആ ഹുക്ക് അവര് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഫിക്സ്, അവിടെ ഒരു സ്ഥലത്ത് ഫിക്സ് ആയി കഴിഞ്ഞാൽ അവന് ചെയ്യും, ആ മുള്ളുകളും കല്ലുകളും കുന്നുപോലുള്ള അനുഭവങ്ങളൊക്കെ കയറി പോകുമ്പോഴും അവർക്കൊരു കാര്യം ഉറപ്പാണ്, ആ ഉറക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ എന്റെ കാലെ മുള്ളുകൊണ്ടാലും എന്റെ ചേർത്ത് മുറിവുകൾ അനുഭവിച്ചാലും ഞാൻ 90 ഡിഗ്രിയിലാണ് കയറി പോകുന്നതെങ്കിലും ഞാൻ ഈ പിടിച്ചിരിക്കുന്ന വള്ളിയെ വിടത്തില്ല. കാരണം ഇതിന്റെ ഹുക്ക് അവിടെ ഉറക്കപ്പെട്ടതാണ്. അപ്പം അതുപോലെയാണ് അവരാ കയറൽ പിടിക്കുന്ന പോലെയാണ് വിശ്വാസം കാക്കാൻ പറയുന്നത്. നമ്മുടെ ഹുക്ക് എവിടെയായിരിക്കുന്നത്? ദൈവം രണ്ട് കാര്യങ്ങളുടെ ഉറപ്പ് തന്നിട്ട് ആണ് ഈ ഹുക്ക് നിത്യതയിൽ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി മഹാപുരോഹിത ശുശ്രൂഷയിലൂടെ തന്നെ മധ്യസ്ഥതയിലൂടെ ദൈവം ഉറപ്പിച്ചൊരു കാര്യമാണ്. സകല സൽഗുണപൂർത്തിയും വരുത്തി നമ്മളെ അവിടെ എത്തിക്കാം എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം, ദൈവത്തിന്റെ പ്രവൃത്തി, അത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അത് നിത്യതയിൽ ഫിക്സ്ഡ് ആണ്. അത് സമയത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകത്തില്ല. നമ്മുടെ ആങ്കർ എങ്ങോട്ടാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്?
ആ ഈ ദൈവം പറഞ്ഞ വാക്തത്വങ്ങളാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പൗലോസ് ഓട്ടം ഓടി തുടങ്ങിയപ്പോൾ എന്ത് കാര്യത്തിലാണോ ഇറങ്ങിത്തിരിച്ചത്, അതേ ഫെയ്ത്ത് തന്റെ ഓട്ടം അവസാനിക്കുമ്പോഴും ആ പിടിവള്ളിയിൽ നിന്ന് വിട്ടിട്ടില്ല. അല്ലെ? ആ കർത്താവ് പറഞ്ഞ ഉറപ്പിൽ നിന്ന് വിട്ടിട്ടില്ല. നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുമെന്നുള്ള ആ വാക്തത്വം വിട്ടിട്ടില്ല. അവനെ ഒടുക്കത്തെ നാളിൽ ഈ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ള വാക്തത്വത്തോടുള്ള ആ പിടിവള്ളി വിട്ടിട്ടില്ല. ഞാൻ അവനോടുകൂടെ മരിച്ചു, എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നുള്ള ആ ഒരു കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയവും ആ വരാനിരിക്കുന്ന പ്രത്യാശയും ഇതെല്ലാം തന്റെ അകത്ത് എന്ത് ചെയ്തു? ദേഹത്ത് മുറിവുകൾ അനുഭവിക്കുമ്പോഴും പ്രതികൂലങ്ങൾ നേടുമ്പോഴും ആ പിടിവള്ളിയിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. അല്ലെ? ആ പിടുത്തം സൂക്ഷിക്കാനാണ് പറയുന്നത്. കർത്താവിന്റെ വാക്തത്വങ്ങളുടെ മേലുള്ള പിടുത്തം. ആ പിടുത്തം ഉണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ഇവിടെ എന്തൊക്കെ കുലുങ്ങിന്ന് പറഞ്ഞാലും നമ്മൾ അനങ്ങത്തില്ല. കാരണം നമ്മുടെ പിടുത്തം, ആ ഫെയ്ത്ത് നമ്മൾ അവിടെ ഉറപ്പിച്ചു നിർത്തും. അല്ലെ? ഒരു ആങ്കർ പോലെ, ഒരു ഈ കപ്പലുകളൊക്കെ തിരമാലകളൊക്കെ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ആങ്കർ കരയിൽ ഫിക്സ് ചെയ്യുന്നത് പോലെ എന്തൊക്കെ പ്രതികൂലം കൂടെ ഉണ്ടെങ്കിലും ആ ഒരു ഒറ്റ ആങ്കറിന്റെ ബലത്തിൽ ആ കപ്പലുകൾ അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ആങ്കർ എന്താണ്? ഏത് സിറ്റുവേഷനെയും നേരിടാൻ കരുത്തുള്ളതാണ്. കാരണം അത് സമയത്തിന് വെളിയിലാണ് അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, അത് കർത്താവാണ് അതിന്റെ ഉടമസ്ഥൻ, കർത്താവാണ് അതിന്റെ പെർഫെക്റ്റ് ഫിനിഷർ. അല്ലെ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും അവനാണ്. കർത്താവ് ഇത് നിത്യതയിൽ ഫിക്സ് ചെയ്തതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സാഹചര്യത്തിന് അതിനെ ഇളക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ആയിട്ട് ലഭിച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്തോത്രം. അതിന് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാധിക്കാനിടയെ തീരും. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇത് സ്വന്തമായിട്ട് നേടിയെടുത്തൊരു അച്ചീവ്മെന്റ് ആയിട്ടല്ല പറയുന്നത്. ദൈവം എനിക്ക് തരുന്ന ഗിഫ്റ്റാണ്, ദാനമാണ്. അല്ലെ? കാരണം ഇത് കൃപയല്ല ഓടിയത്. ശരിക്കും കർത്താവിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലാണ് പോകുന്നതെങ്കിലും കർത്താവ് തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെ, അല്ലെ? അത് ഓട്ടം തികച്ച തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ഇതൊന്നും ആയിരിക്കത്തില്ല ഒരു ഭക്തന്റെ ലക്ഷ്യം. പക്ഷെങ്കിൽ ഇതിനറിയാം, പൗലോസിനറിയാം, ഇത് ഞാൻ ഓട്ടം തികച്ചത് കൊണ്ട് ദൈവം എന്ത് ചെയ്യും? അവന്റെ നീതിയുടെ കിരീടം എനിക്ക് തരും. ഇത് എന്റെ നീതിയല്ല, കർത്താവിന്റെ നീതിയാണ്. അവൻ എനിക്ക് തന്നതാണ്. അപ്പൊ അവന്റെ എനിക്ക് തന്ന നീതിയിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ കർത്താവ് എനിക്ക് ആ നീതിയുടെ കിരീടം തരുവാനിടയായി തീരും. അല്ലെ? അപ്പം നമ്മളെ കൊണ്ട് കഴിയാത്തൊരു ഓട്ടം നമ്മളിലൂടെ കർത്താവ് തികച്ചെടുത്ത് അപ്പുറം കൊണ്ട് എത്തിച്ചിട്ട് അതിന്റെ ഒരു കിരീടവും കർത്താവ് നമുക്ക് ആ ഒരു സ്നേഹത്തിൽ, ദൈവത്തിന്റെ ആ ഒരു വാത്സല്യത്തിൽ നമുക്ക് തരുന്ന ഒരു അനുഭവം, ആ ഒരു പ്രത്യാശ തനിക്കുണ്ട്. നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എന്തിന്റെ പേരിലാണ്? വിശ്വാസത്തിന്റെ പേരിൽ, പ്രവൃത്തിയുടെ പേരിലല്ല. ഞാൻ ആ വിശ്വാസം കാത്തത് കൊണ്ട്, അല്ലെ? എന്റെ ആ വിശ്വാസത്തിന് അവസാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ആ വിശ്വാസത്തിന് അനുസരിച്ചുള്ള ആ നീതിയുടെ കിരീടം, അത് ആ നീതിയുള്ള ന്യായാധിപതി അവൻ ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ ആ കർത്താവിന്റെ നീതിയുടെ ദർശനത്തിൽ ഓടുന്നവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവർക്ക് കർത്താവിന്റെ വരവിനോട് വളരെ പ്രിയമുണ്ടായിരിക്കും. നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം കർത്താവിന്റെ വരവിന് എനിക്ക് പ്രിയമുണ്ട്. കർത്താവ് വരുമ്പോൾ വരട്ടെ പോകാന്നുള്ളതിനേക്കാളും ആ ഒരു വാഞ്ച, എനിക്ക് അവന്റെ കൂടെ പോകണം, എങ്ങനെയും ഇവിടെ വിട്ടു പോകണം. ഒരു ഒരു പക്ഷി അതിന്റെ സ്വർണ്ണക്കൂട്ടിൽ പിടിച്ചിട്ടാൽ പോലും അതിനൊരിക്കലും ആ സ്വർണ്ണക്കൂടോ അതിന് ലഭിക്കുന്ന ഫുഡ് അവിടെ സന്തോഷമല്ല. കാരണം അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ലോകം ഉയർത്തി പറക്കാൻ വേണ്ടിയാണ്. അപ്പൊ എപ്പോൾ ഈ ഡോറ് തുറന്ന് കിട്ടും, എനിക്ക് ആകാശത്ത് പറക്കാൻ കഴിയും എന്നുള്ള ഒരു വാഞ്ചത്തെ പറ്റി അവിടെ പറയും. ആ കർത്താവ് എപ്പോഴും എനിക്ക് വരുവാനിടയിൽ തീരും. കാരണം അകത്ത് ജനിച്ച മനുഷ്യന്റെ വാസസ്ഥലം ശരിക്കും അവനോടുകൂടെ വസിക്കുന്നത്. അപ്പൊ ഒരു സ്വർണ്ണക്കൂട്ടിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇവിടെ കംഫർട്ടായിട്ടിരിക്കാൻ തോന്നത്തില്ല. എനിക്ക് എപ്പോഴും എന്റെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റും. എനിക്ക് എപ്പോഴും അവന്റെ മുഖം കാണാൻ പറ്റും. എനിക്ക് എപ്പോഴും അവനെ പോലെ ആകാൻ പറ്റും. അവൻ വാഗ്ദത്തം ചെയ്ത പോലെ എനിക്ക് എപ്പോഴും അവന്റെ സ്വരൂപത കിട്ടും. അപ്പൊ യേശുവിന്റെ സ്വരൂപത എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ? അല്ലെ? യേശു വരാൻ പോകുന്നത് പറയുമ്പോൾ നമുക്ക് അത്ര പ്രിയം തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആത്മാവകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. കാരണം ആ ഞരക്കം അകത്ത് സൃഷ്ടിക്കുന്ന ആത്മാവാണ്. അല്ലെ? ആ ആത്മാവിനാലുള്ള ജനനമാണ് ആ ഞരക്കം സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷിയോട് അതിനൊരു പ്രത്യേക ഞരക്കപ്പെടാൻ വേണ്ടി അതിനോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ ഞരക്കം എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ അകത്തുള്ള ആത്മാവിന്റെ ഞരക്കം എങ്ങനെയോ അനന്ത വിഹായസിലേക്ക് പകർന്നു വരുന്നത് കർത്താവിന്റെ കൂടെ നിത്യ യുഗായുഗം വാഴുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് അവന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ നീതിയുടെ കിരീടം അങ്ങനെയുള്ളവർക്കാണ്. അല്ലെ? കർത്താവിന്റെ ആ നീതി പ്രാപിക്കണം, അവന്റെ നീതി വസിക്കുന്ന യെരൂശലേം, അല്ലെ? പുതിയ യെരൂശലേമിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവന്റെ നീതി വസിക്കുന്ന സ്ഥലം. അപ്പൊ കർത്താവിന്റെ നീതി വസിക്കുന്ന ആ രാജ്യം എനിക്ക് വേണം എന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന് അതിന് പ്രിയം വെച്ച്, ആ പ്രിയം വെക്കുക എന്ന് പറഞ്ഞത് എന്താണ്? ആ ഇന്റേണൽ ക്രേവിംഗ് ആണ്. മറ്റെന്തിനേയും വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന കാര്യങ്ങളെല്ലാം വിട്ടു, ഉത്തമഗീതത്തിൽ കാണുന്ന ഈ പിക്ചർ പോലെ, അല്ലെ?
പ്രാണപ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. രാജാവിനെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോഴും പ്രാണപ്രിയ, എന്റെ ക്രേവിങ് നിന്നോടാണ്, നീ എവിടാണ്, അല്ലെ? അതുപോലെ ഒരു പിക്ചറാണ് ഇവിടെ. ആ പ്രാണപ്രിയന്റെ അടുത്ത് ചെന്നെത്താനുള്ള ആ കാന്തയുടെ ആ ഒരു ക്രേവിങ്, മറ്റെന്ത് കാണിച്ച് അവളെ മോഹിപ്പിക്കാറ്റും അവർക്ക് മാറാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയാണ്, എനിക്ക് മാത്രമല്ല ഈ നീതിയുടെ കിരീടം ലഭിക്കാൻ പോകുന്നത്, ഇത് അതിനോട് പ്രിയമുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതെന്ത് ചെയ്യും, അത് അവന്റെ പ്രത്യക്ഷതയിൽ ആ ദിവസം നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. അപ്പൊ നമുക്ക് ഏറ്റു പറയാനുള്ളത്, ഈ കൃപയാൽ നമ്മൾ ഓടിത്തികയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവന്റെ നീതി അധിവസിക്കുന്ന രാജ്യത്ത് ചെന്ന് നിന്ന് അവന്റെ നീതിയിൽ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, അവൻ തരുന്ന ദാനത്തെ പ്രാപിച്ച് അവനോടുകൂടെ വസിക്കുക എന്നുള്ളതായിട്ട്. അപ്പൊ ഏകദേശം ഉപദേശ സംഗ്രഹങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അത് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഉപദേശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി. ഏതാനും ചില കാര്യങ്ങൾ പൗലോസിന്റെ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. വേഗത്തിൽ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ഓക്കെ. അപ്പം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിൽ പോയി. ക്രൈസ്കേസ് ഗലാത്തിക്കും തീത്തോസ്, കഴിയുമെങ്കിൽ ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കാം. തീത്തോസ് തെൽമാത്തിക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് ചിലപ്പോൾ കാരാഗ്രഹത്തിൽ അല്ലായിരിക്കാം എന്നുള്ള കാര്യങ്ങളും തോന്നാം, അല്ലെ? ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ളു ഇത് പ്രിസൺ എപ്പിസിലാണെന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ലൂക്കോസ് ഇപ്പൊ തന്നോട് കൂടെ ഉണ്ടല്ലോ, ഒരുപക്ഷെ കാരാഗ്രഹത്തിലല്ലായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പം ഹിസ്റ്ററിയെ നമുക്ക് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത അറിയത്തില്ല. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, തന്റെ നിര്യാണകാലം അടുത്തെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവസാനത്തെ ലേഖനമാണ്, അല്ലെ? അവസാനമായിട്ട് എഴുതി കൊടുത്ത ആ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റമാണ്, അല്ലെ? അപ്പൊ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി. അപ്പൊ അവൻ ദൈവത്തെ വിട്ടിട്ട് പോയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷെങ്കിൽ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്ക് പോയെന്ന് പറയാം, അല്ലെ? ഇച്ചിരി നല്ല കാലാവസ്ഥ നോക്കി മറ്റൊരു ദേശത്ത് സുവിശേഷ വേലയ്ക്ക് പോയെന്ന് ചിന്തിക്കാം, അല്ലെ? അങ്ങനെ ചിന്തിച്ചാലും നമുക്കറിയത്തില്ല. അപ്പൊ എന്ത് ആണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല ദേമാസ്. അപ്പം അതവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കംഫോർട്ട് സ്നേഹിച്ചിട്ട് പോയതായിരിക്കാം. ഒരുപക്ഷെ പൗലോസിന്റെ ആ ഈ ഉഗ്രമായിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഓട്ടം, അതിനോട് ചേർന്ന് ഓടാൻ ചിലപ്പോൾ പലർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല, അല്ലെ? മറ്റൊരു ഭാഗത്ത് മർക്കോസിന് അത് ചേർന്ന് പോകാൻ കഴിഞ്ഞില്ല, ഭർണബാസിന് അതിനോട് ചേർന്ന് പോകാൻ കഴിഞ്ഞില്ല. അവർ ഉഗ്രവാദം കൊണ്ടായിട്ട് പിരിഞ്ഞിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു, അല്ലെ? എന്ന് വെച്ചാൽ അവർ പിന്മാറി പോയെന്നാണ് അർത്ഥം. അല്ല, ചിലപ്പോൾ പൗലോസിന് ലഭിച്ച ആ ദർശനത്തിനനുസരിച്ച്, അല്ലെ, ഈവൻ ഉപദേശങ്ങളിൽ പോലും എല്ലാവർക്കും ആദ്യത്തെ കാലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഇവൻ പത്രോസ് പോയി പറയുന്നത്, പൗലോസ് പറയുന്ന പല കാര്യങ്ങളും എന്താണ് മനസ്സിലാക്കാൻ കാഠിന്യമേറിയതാണ്. അപ്പം ആ പൗലോസിന്റെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്, ആ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓട്ടം, അല്ലെ? ആ പ്രാണനെ പോലും വകവെക്കാതെ, ഒരു മനുഷ്യന്റെ മുഖം നോക്കാതെ, പത്രോസ് പോലും ചില സമയത്ത് ഭർണബാസിന്റെ കൂടെ എന്ത് ചെയ്തു, ചില മനുഷ്യരൊക്കെ മുഖം നോക്കി എന്ത് ചെയ്തു, ചില ലൈഫ് സിറ്റുവേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഉപദേശത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, ചില ലൈഫ് സിറ്റുവേഷൻസ് ആ മനുഷ്യരുടെ ഒരു പ്രീതി കിട്ടാനൊക്കെ അഡ്ജസ്റ്റ്. പക്ഷെ പൗലോസ് ഒരു വിധത്തിലും വഴങ്ങി കൊടുക്കാതെയുള്ള ഓട്ടം, അതിനോട് ചിലപ്പോൾ എല്ലാവർക്കും ചേർന്ന് പോകാൻ കഴിഞ്ഞത് വരത്തില്ല. അപ്പൊ അങ്ങനെ തേമാസ് ചിലപ്പം മറ്റൊരു ദേശം തെരഞ്ഞെടുത്തിരിക്കാം. വളരെ ഉപദ്രവം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങൾ മാറിയിട്ട് ചിലപ്പോൾ യെരൂശലേമിലേക്ക് പോകാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയെന്നിരിക്കാം. അതുകൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാം, വേറൊരു തെളിവുകൾ അതില്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് കംപ്ലീറ്റ് അവൻ രക്ഷയിൽ വീണുവെന്ന് നമുക്ക് കംപ്ലീറ്റ് പറയാൻ കഴിയത്തില്ല. ഓക്കെ. ക്രൈസ്കേസ് ഗലാത്തിക്കും തീത്തോസ് ദെൽമാത്തിക്കും പോയി. അപ്പൊ പൗലോസ് ഇപ്പൊ ഒറ്റയ്ക്കാന്ന് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഈ പറഞ്ഞു വരുന്നത്, അല്ലാതെ അവര് വീണുപോയി എന്ന് പറയാനല്ല. ലൂക്കോസ് മാത്രമേ എന്നോടൊപ്പം ഉള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് ആണ് എഴുതപ്പെട്ടെന്നൊക്കെ പറയാൻ. ഏകദേശം ആ അപ്പോസ്തല പ്രവൃത്തിയിലെ പല വാക്കുകളും ഞങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് പൗലോസിന്റെ കൂടെയുള്ള യാത്രകൾ. ഞങ്ങൾ ലൂക്കോസ് പല യാത്രകളിലും പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന സമയത്തും ലൂക്കോസ് ആരുടെ കൂടെ ഉണ്ട്? പൗലോസിന്റെ കൂടെ ഉണ്ട്. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. നമുക്കറിയാം, ഒരു സമയത്ത് മർക്കോസുമായിട്ട് ഭർണബാസുമായിട്ടൊക്കെ ഉഗ്രവാദം ഉണ്ടായിട്ട് പൗലോസ് ശീലാസിനെ കൂട്ടിക്കൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോവുകയും മർക്കോസ് ഭർണബാസൂടെ മറ്റൊരു ദേശത്ത് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കറിയാം, അല്ലെ? അപ്പം എന്നാൽ അന്ന് പൗലോസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഈ മർക്കോസിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നത്തെ കാലത്ത് മനസ്സിലായി, ഇത് ഞാൻ ആരെയും മുൻവിധി പ്രകാരം മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ഇത് എന്റെ ഓട്ടമല്ല, ദൈവകൃപയുടെ ഓട്ടമാണ്.
ഇപ്പോൾ അല്പം പിന്നെ ഓട്ടത്തിന് സ്പീഡ് കുറഞ്ഞ ആളെ ദൈവത്തിന്റെ ആത്മാവ് അടുത്ത ദിവസങ്ങളിൽ ഉപയോഗമുള്ളവനാക്കി മാറ്റാൻ, പ്രയോജനമുള്ളവനാക്കി മാറ്റാൻ, ഭയമില്ലാതെ ഓടുന്നവനാക്കി മാറ്റാൻ, ലജ്ജയില്ലാതെ ഓടുന്നവനാക്കി മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. അങ്ങനെ ആ പൊസിഷനിലേക്ക് മർക്കോസ് വളർന്നു കഴിഞ്ഞു, അല്ലെ? ഹിസ്റ്ററിയിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, മർക്കോസിനെ ആ ഒരു അവസ്ഥയിലും പണിതുകൊണ്ട് വരാൻ ബർന്നബാസിനെ പോലെ ഒരു പത്രോസും വന്നിട്ടുണ്ടെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 പത്രോസ് 5-13 നിങ്ങളോടൊപ്പം തെരഞ്ഞെടുക്കുമായിട്ട് ബാബിലോണിലെ സഭയ്ക്ക് എനിക്ക് മകനായ മർക്കോസ് നിങ്ങളെ വന്ദനം ചെയ്യും. അപ്പൊ തിമത്യോസ് പൗലോസിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായ മകനായി മാറിയോ, അതുപോലെ ഈ മർക്കോസ് എന്ത് ചെയ്തു? പത്രോസിന്റെ കൂടെ കൂടി പത്രോസിന്റെ ആ ഒരു ഗൈഡൻസ്, ആ ഒരു മെന്റർഷിപ്പ് ലഭിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. എന്ത് ചെയ്തു? വളരെ പ്രയോജനമുള്ള ഒരു ദാസനായിട്ട് പിൽക്കാലത്ത് വരുവാനിടയായി. ഇപ്പോൾ പൗലോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരെയും മുൻവിധി പ്രകാരം അല്പം കാഴ്ചപ്പാട് കുറഞ്ഞു വന്നാൽ, അല്ലെ, നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് പോലെ മറ്റൊരു വ്യക്തിക്ക് സ്റ്റെപ്പ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? അവന്റെ മച്ചുരത്തിലേക്ക് ഇറങ്ങി ചെല്ലാം, അവനെ മനസ്സിലാക്കണം, അല്ലെ? അവനെ എന്ത് ചെയ്ത് പെട്ടെന്ന് തള്ളിക്കളയരുത്. ലൗകികമായി ഭൗതികമായി നോക്കുമ്പോൾ ഒരുപക്ഷെ പൗലോസ് പറ്റിയ ചെറിയ പാളിച്ചയായിരിക്കാം മർക്കോസിനെ അന്ന് വേണ്ടാതെ വെച്ചത്. പക്ഷെ ഇത് ദൈവത്തിന്റെ ആത്മാവാണ് ഓരോരുത്തരെ അകത്തും പണി നടക്കുന്നത്. ഇപ്പോൾ അല്പം പ്രയോജനമായിട്ട് പൗലോസിന് തോന്നിയപ്പോ ചെയ്തു. എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആത്മാവ് ഓരോ വ്യക്തികളെയും മച്യൂരിറ്റി ലെവലിൽ പിന്നെ കാലത്ത് വളർത്തിക്കൊണ്ടുവരും. അപ്പം ഏത് തരത്തിലുള്ള വിശ്വാസികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, സംശയ വിചാരങ്ങൾ വിധിക്കാതെ ബലഹീനനായവനെ ചെറുത്തുകൊള്ളാൻ കഴിയുന്ന ഒരു പല മച്യൂരിറ്റി ഉള്ള ആൾക്കാരിലേക്കും ഇറങ്ങിച്ചെല്ലാം, അവരെ പോലെ ചിന്തിക്കാനും അവരുടെ ഷൂസിൽ കയറി നിന്ന് ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനുള്ള കൃപ നമുക്കുണ്ടാകണം. പെട്ടെന്ന് നമ്മൾ വിധിക്കുന്നവരെ മാറരുത്. നമ്മൾ പെട്ടെന്ന് പല കാര്യങ്ങൾ വളർന്നു കഴിയുമ്പോൾ നമ്മളെ പോലെ അതേ കഷ്ടത്തിൽ അവരും പിടിച്ചു നിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ചിലപ്പോൾ അവന്റെ വേദന അവന്റെ വേദന ചെറുതായി കാണരുത്, അല്ലെ? ഓരോ വ്യക്തിയുടെയും കേപ്പബിലിറ്റി ഡിഫറെന്റ് ആണ്. അവന്റെ വിശ്വാസത്തിന് എക്സസൈസ് ചെയ്യുന്ന ലെവലുകൾ ഡിഫറെന്റ് ആണ്. അവർ ചിലപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളായിരിക്കത്തുള്ളൂ. അവരെന്ത് ചെയ്യാം? അവർ തള്ളിക്കളയാതെ അവരിൽ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ അവരെ ചേർത്ത് പിടിക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം പൗലോസിന് അന്ത്യകാലത്തുണ്ടായി. നോക്കിയേ, ആ ഒരിക്കൽ വേണ്ടാത്ത വ്യക്തിയെ പോലും തിരിച്ച് വേണമെന്ന് പറയുന്ന തരത്തിലേക്ക് പൗലോസ് താഴ്ചയുള്ളവനെ മാറി ആത്മാവ് അവനെ ഉണർത്തിക്കൊണ്ടുവന്നു. സ്തോത്രം. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചിട്ട് പോകുന്ന തിഹിക്കോസ് എന്ന വ്യക്തി, അദ്ദേഹത്തെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പൗലോസ് തന്നെയാണ് എഫെസോസിലേക്ക് അയക്കുന്നത്. കാരണം എഫെസോസിന് യാത്ര പറഞ്ഞു പോയതാണ് പൗലോസ്. ഓക്കെ, അപ്പൊ അവിടെയുള്ള സഭ വളർന്നു വന്നു കഴിഞ്ഞപ്പോ ആ സഭയെക്കുറിച്ചുള്ള വേദനയൊക്കെ അയക്കാം തിഹിക്കോസിന് അവിടേക്ക് അയച്ചത്. എന്നിട്ട് പറയുകയാണെങ്കിൽ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചിട്ട് പോകുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഒരു പക്ഷെ എന്തുകൊണ്ടാണ്? ചിലപ്പോൾ മറന്നു വെച്ചതാണ്, അല്ലെങ്കിൽ എടുത്തുകൊണ്ടുവരാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയത്തില്ല. എന്ത് ചെയ്യാം? അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാൻ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തനിക്ക് ആവശ്യം ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൽ എന്ത് എഴുതിയിരിക്കും നമുക്കറിയത്തില്ല, അതിന്റെ കാര്യമൊന്നും ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല. ഇതൊരു ലെറ്റർ ഫോമില്, ഒരു പേഴ്സൺ ടു പേഴ്സൺ ലെറ്റർ ഫോമില് എഴുതപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് വിടാം. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അപ്പം ഇവിടെ നോക്കിയേ, കർത്താവ് ഒരു വ്യക്തിക്ക് പകരം ചെയ്യുന്നൊക്കെ പറയണമെങ്കിൽ അപ്പം ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ആയിരിക്കത്തില്ല. ഇത് സുവിശേഷത്തോട് അവൻ എതിർത്ത് നമ്മുടെ സ്വഭാവമാണ്. ചിലരെ വിട്ടൊഴിയുക എന്ന് പറയുന്ന, ഇന്നലെ നമ്മൾ കണ്ട അല്ലെങ്കിൽ നീയാൻ നമ്മൾ കണ്ട ചില സ്വഭാവങ്ങളുള്ള ആൾക്കാർക്ക് പൗലോസ് പറയാണ് കർത്താവ് അവർക്ക് പകരം ചെയ്യും. നമ്മളവരെ വിടുക, കർത്താവ് അവരുടെ പ്രവർത്തിക്ക് പകരം. അപ്പൊ സുവിശേഷത്തെ എതിർക്കുന്ന, ഈ ഉപദേശത്തെ എതിർക്കുന്ന, സത്യം വിട്ടകലുന്ന, വചനത്തെ കൂട്ടിക്കളയുന്ന അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യും? കർത്താവ് പകരം ചെയ്യും. ഓക്കെ, അവൻ വളരെ ദോഷം ചെയ്തു. അപ്പം തന്റെ ജീവിതത്തിൽ ഈ പ്രസംഗിച്ചപ്പോൾ, ഈ പത്യോപദേശം പഠിപ്പിച്ചപ്പോൾ, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ക്രിസ്തു മാത്രമാണെന്ന് പഠിപ്പിച്ചപ്പോൾ ജഡത്തിന്റെ കോട്ടകൾ പണിതുകൊണ്ടിരുന്ന യുഗ പശ്ചാത്തലത്തിലുള്ളവർ, അല്ലെ ജാതിക പശ്ചാത്തലമുള്ളവർ എന്ത് ചെയ്യും? അവർ തീർച്ചയായിട്ടും അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അവർക്ക് ദോഷം ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ പറയാണ്, അങ്ങനെ സുവിശേഷത്തിനെതിരെ മൂവ് ചെയ്തവർക്ക് കർത്താവ് പകരം ചെയ്യും. സ്തോത്രം. അപ്പം ആ മാനുഷികമായിട്ട് അവരോട് വിരോധം നമുക്ക് കാണിക്കില്ല, കർത്താവിന് വിട്ടുകൊടുക്കുക. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പം വ്യക്തിപരമായിട്ടുള്ളൊരു എതിർപ്പല്ല, എന്താണ്? ഉപദേശത്തോടുള്ള എതിർപ്പ്. ഉപദേശത്തോടുള്ള എതിർപ്പായതുകൊണ്ട്
ആ ഒരു ഫെലോഷിപ്പിലേക്ക് പോകാതെ എന്ത് ചെയ്യുക, നീയും സൂക്ഷിച്ചു കൊള്ളുക. അവൻ എന്ത് ചെയ്യാം, ദുഷ്ടമനുഷ്യരും മായാവികളും പറഞ്ഞ മായാവിയായിട്ടൊക്കെ ചിലപ്പം സ്നേഹം നടിച്ചുകൊണ്ട് വന്നാൽ പോലും അവരുടെ അകത്തുള്ള ഇന്റൻഷനെ നീ മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷിച്ചു കൊള്ളാനാണ് പറയുന്നത്. ഓക്കെ. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. നോക്കിയേ, മുൻപ് ഒരു വാക്യത്തിൽ അലക്സാണ്ടറിന് ദൈവം പകരം കണക്കിടട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു, വേറൊരു കൂട്ടരെ പറ്റി പറയുന്നു, അവർക്ക് ദൈവം കണക്കിടാതിരിക്കട്ടെ. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? അലക്സാണ്ടർ എന്തിനോടാണ് എതിർത്തുന്നത്? പ്രസംഗത്തോടാണ് എതിർത്തത്, ഉപദേശത്തോടാണ് എതിർത്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ പക്കത്തു നിന്നുള്ള ഒരു പകരം ചോദിക്കൽ പൗലോസ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ നിന്നവരെ ഇല്ലാത്ത പറ്റിയാണ്. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ നിൽക്കാൻ കഴിയാത്തവരോട് പൗലോസ് ചിന്തിക്കുകയാണ്, കർത്താവ് അവർക്ക് പകരം കണക്കിടാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഒരു യഥാർത്ഥ ആത്മീകന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഉപദേശത്തോട് നോ കോംപ്രമൈസ്. വ്യക്തിപരമായുള്ള എതിർപ്പുകൾ, ആരും കൂടെ നിൽക്കുന്ന അനുഭവങ്ങൾ അവരോട് കരുണ കാണിക്കുക, അല്ലെ, അവർക്ക് ദൈവം പകരം കണക്കിടാതിരിക്കട്ടെ. അവസാന കാലങ്ങളിൽ വന്നപ്പോൾ പൗലോസ് ആ സ്നേഹത്തിന്റെ ഒരു മച്യൂരിറ്റിയിലേക്ക് വന്ന കാര്യങ്ങളാണ് മർക്കോസിനെ തിരിച്ചു വിളിക്കുന്നതും ഇങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പകരം ചെയ്യാതിരിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്നാം പ്രതിവാദം പറഞ്ഞ ചിലപ്പം പൗലോസ് കോടതിയിൽ നിന്നപ്പോഴുള്ള പ്രതിവാദമാണോ അതോ ഈ പ്രസംഗം തികയ്ക്കുന്നതിനുള്ള പ്രതിവാദമാണോ എന്ന് അറിയത്തില്ല. ഏത് കാര്യത്തിലാണെങ്കിലും പൗലോസ് ഒറ്റയ്ക്കായിരുന്നു, അല്ലെ. ഇവിടെ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ഫേസ് ചെയ്തത്. ആരും കൂടെ നിൽക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അത് കൂടെ നിന്നാൽ ചിലപ്പം ജീവന് പോലും ഭീഷണിയാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കാണും, അല്ലെ. ഇനി ചിലര് പൗലോസിന് ഉപദ്രവിക്കത്തക്കവണ്ണം ഫിലിപ്പിയിൽ പറയുന്നുണ്ട്, കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി പൗലോസ് തടവിലായിരുന്നപ്പോൾ പുറത്ത് നിന്ന് പ്രസംഗിച്ചവരുണ്ട്. അപ്പൊ ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലെ പൗലോസിന് അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് പൗലോസിന് പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടില്ല. അത് ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പൗലോസ് അങ്ങനെയുള്ള വ്യക്തികൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, അല്ലെ. കാരണം ആ ഒരു സിറ്റുവേഷനിൽ അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ. അപ്പൊ ഫിസിക്കലി കൂടെ ഉള്ളവർക്ക് സഹായിക്കാൻ കഴിയത്തുള്ളായിരിക്കും. ആ സമയത്ത് ഫിസിക്കലി കൂടെ ഉള്ളവരെയാണ് പൗലോസ് ടാർഗറ്റ് ചെയ്യുന്നത്. അവരിൽ നിന്ന് ഒരു എന്തെങ്കിലും സഹായം, ഒരു ആശ്വാസം, ഒരു തണുപ്പ് ഒക്കെ പലയിടത്തും പല പൗലോസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങളിൽ കിട്ടിയിട്ടുമില്ല. അത് കിട്ടിയിട്ടില്ലാത്ത സമയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഉപദേശത്തോടുള്ള ഒരു എതിർപ്പല്ല. ഉപദേശത്തോടുള്ള എതിർപ്പ് പറയുകയാണ് കർത്താവ് അവർക്ക് പകരം ചെയ്യട്ടെ. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു എതിർപ്പ് പറയുകയാണ് കർത്താവ് അവർക്ക് പകരം കണക്കിടാതിരിക്കട്ടെ. എല്ലാവരും കൈവിട്ടപ്പോഴും കർത്താവർക്ക് കണക്കിടാതി. കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഓർക്കും. എന്തെല്ലാം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന പറയാനും കർത്താവ്, അല്ലെ, ആരെല്ലാം വിട്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാം, കർത്താവ് എന്നെ ആ പണി ചെയ്യിപ്പിച്ചു. അപ്പം ഒറ്റയ്ക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അല്ലെ. ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ശശിപ്രതി നാളൊരു ലേഖനം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. പലപ്പോഴും പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കർത്താവ് വേണ്ടി വരും. അപ്പൊ കർത്താവ് കൂടെ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഒറ്റയ്ക്കാണ് പറയുന്നത്. കർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കെന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെ. അതാണ് അതിന്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് മീനിങ്. എന്താണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. കാരണം ഇന്ന് ഇറങ്ങിപ്പോയവർ ഒരുപക്ഷെ അവരെ മടക്കി കൊണ്ടുവരാൻ, ഇന്നലെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ മർക്കോസ് മാറിപ്പോയായിരുന്നു, പക്ഷെ അവരെ നാളെ മടക്കി കൊണ്ടുവരാൻ ഈ കർത്താവിന് ശക്തിയുണ്ട്, അല്ലെ. ഇനി കൂടെ നിൽക്കാത്തവരെ അങ്ങനെ ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല. കർത്താവ് ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നത്, കർത്താവ് എന്റെ കൂടെ ഉള്ളതാണ് എന്റെ ധൈര്യം. ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് അധൈര്യപ്പെട്ട് പോകേണ്ട തിമോഥെയോസേ, എന്റെ അകത്ത് ഞാൻ ഒറ്റയ്ക്കായപ്പോഴും കർത്താവ് കൂടെ നിന്നിട്ട് തുണ നിന്നിട്ട് ശുശ്രൂഷ നിവർത്തിച്ചു. അതുകൊണ്ട് നീയും ഒറ്റപ്പെടാം. മനുഷ്യരെല്ലാം കൂട്ടു നിൽക്കി നിന്നെ സപ്പോർട്ട് ചെയ്യും, ഇന്ന ആൾക്കാരോട് സഹായം ചോദിക്കുക, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന സെൻട്രൽ പാസ്റ്ററോട് നീ സഹായം ചോദിച്ചോ, കുഴപ്പമില്ല, അവൻ എന്റെ ആളാണ് എന്നൊന്നുമല്ല പറയുന്നത്. ഇത് ഈ കൂടെ നിൽക്കുന്ന പറയുന്ന ആൾക്കാരെല്ലാം ഒരു പക്ഷെങ്കിൽ ഒറ്റപ്പെടുത്തിയാലും വാക്ക് മാറാൻ കഴിയാത്തവൻ, സമയത്തിന് മുകളിലുള്ളവൻ, വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ കർത്താവ് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ചോളും. അപ്പൊ ഒരു മനുഷ്യനിലും ഫോക്കസ് കൊടുക്കേണ്ട, ഒരു മനുഷ്യനിൽ പ്രത്യാശ വെക്കേണ്ട, കർത്താവിൽ പ്രത്യാശ വെച്ചോ. അതാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശയും. അത് മാത്രമേ സ്ഥിരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള സ്തോത്രം. അങ്ങനെ സിംഹത്തിന്റെ വായിൽ നിന്ന് പോലും, അത് ലിറ്ററലി പറയുന്ന വാക്കാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷെങ്കിൽ ആയിരിക്കാം, മൃഗയുക്തം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ ശോധനകൾ, അല്ലെ. ചിലപ്പം ഒരു ചക്രവർത്തിയെ കുറിച്ച് പറയുന്നതായിരിക്കാം, അല്ലെ. സിംഹം ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പോലും മാറ്റി
എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അല്ലെ? ഒരു സ്ഥലത്ത് ഫേലിക്സ് രാജാവിനെ കൊണ്ട്, അല്ലെ മറ്റൊരു സ്ഥലത്ത് ഹേരോദാവിനെ കൊണ്ട്, മറ്റൊരു സ്ഥലത്ത് അഗ്രിപ്പാവിനെ കൊണ്ട്. അപ്പം ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് പോലും എന്ത് ചെയ്തു? ആ അവരിൽ നിന്ന് പോലും ദൈവം എന്നെ വിടുവിച്ചിട്ട് അവിടെ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം. അല്ലെ? ഇപ്പൊ നമുക്ക് ഉന്നതന്മാരിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ദേശത്തെ MLA-മാരെ കൊണ്ട് MP-മാരെ കൊണ്ടൊക്കെ കൂടെ നിന്ന് എങ്ങനെയും ഡെയിലി ചോദിക്കാൻ വേണ്ടി പോകും, അല്ലെ? പക്ഷെ ഇവിടെ എന്താണ്? പൗലോസ് ഒറ്റയ്ക്കാണ്. പൗലോസിനോട് സംസാരിക്കാൻ ആരുമില്ല. പക്ഷെ എന്നിട്ടും പറയാണ്, സിംഹത്തിന്റെ വായിൽ നിന്ന് പോലെ ഉള്ള അവസ്ഥകളിൽ പോലും ഞാൻ പെട്ടപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷെങ്കിൽ എന്റെ കർത്താവ് അവിടെ നിന്ന് രക്ഷിച്ചിട്ട് എന്നെ കൊണ്ട് ഈ പ്രസംഗം നിവർത്തിച്ചു. എന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ച കാര്യം നിവർത്തിക്കുന്നത് വരെ ഒരു സിംഹത്തിനും എന്റെ ജീവിതത്തിൽ ഒരു രോമത്തെ പോലും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ ഇപ്പോൾ എന്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ്. നിന്നോട് ഞാൻ പറയുകയാണ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നിന്റെ കൃപാവരം ജ്വലിപ്പിച്ചു തുടങ്ങിക്കോ. ഓക്കെ, അതിനെ എതിർക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അവസാന ശ്വാസം വരെ ഇത് നിവർത്തിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. അത് നിവർത്തിക്കുന്നതിന് മുമ്പ് അത് തീർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക്, അത് സിംഹമായിക്കോട്ടെ, അതാണ് സിംഹം എന്ന് പറയുന്നത്, ഏറ്റവും അൾട്ടിമേറ്റ് പവർ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു അലങ്കാരം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ അധികാരികളും മുന്നോട്ട് ഇറങ്ങി വന്നാലും ദൈവവചനത്തിലോ ബന്ധനമില്ല. ഒരുപക്ഷെ ഞാൻ ചങ്ങലയ്ക്കകത്ത് കിടക്കുമായിരിക്കും, ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നുള്ള ചങ്ങലയ്ക്കകത്ത് കിടക്കുമായിരിക്കും, എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയാതെ എന്നെ ഇട്ടിട്ട് പോകുമായിരിക്കാം. പക്ഷെങ്കിൽ നാം വഹിക്കുന്ന ദൈവവചനം ഇത് കർത്താവിന്റെയാണ്, ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അവനെ ശുശ്രൂഷ, അവനെ പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കും. എത്ര പ്രത്യാശകരമായിട്ടുള്ള, ആശ്വാസകരമായിട്ടുള്ള, സ്വസ്ഥകരമായിട്ടുള്ള അവസ്ഥകളാണ്, അല്ലെ? നോക്കുമ്പോൾ സിറ്റുവേഷൻസ് ഒന്നും സപ്പോർട്ടിങ് അല്ല, പക്ഷെങ്കിൽ കർത്താവിനെ നോക്കുമ്പോൾ എല്ലാം സപ്പോർട്ടിങ് ആണ്. സ്തോത്രം. എല്ലാ സിറ്റുവേഷൻ സപ്പോർട്ടിങ് അല്ലെങ്കിലും ദൈവത്തിൽ നോക്കിക്കഴിയുമ്പോൾ എല്ലാം സപ്പോർട്ടിങ് ആണ്. അതാണ് ഈ ലേഖനത്തിന്റെ അവസാനത്തെ സംഗ്രഹം എന്ന് പറയുന്നത്. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയും വിടുവിച്ച് തന്റെ സ്വർഗ്ഗരാജ്യത്തിനെ രക്ഷിക്കും, അവൻ എന്നേക്കും മഹത്വമാവേൻ. നോക്കിയേ, ഓട്ടം തികച്ചെന്ന് പറയുന്ന വ്യക്തി, വിശ്വാസം കാത്തെന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും പറയുകയാണ്, കർത്താവാണ് എന്നെ രക്ഷിക്കുന്നത്. നോക്കിയേ, പൗലോസിന്റെ അവസാന വാക്കിലും സ്റ്റിൽ മൈ ലിപ്സ് ഷാൽ റിപ്പീറ്റ് നോട്ട് ബിക്കോസ് ഓഫ് മീ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഞാനല്ല ഇത് തികയ്ക്കുന്നത്, എന്നെ സകല ദുഷ്പ്രവൃത്തി രക്ഷിക്കുന്നത് ആരാണ്? കർത്താവാണ് രക്ഷിക്കുന്നത്. അല്ലെ? ആ ഇംഗ്ലീഷ് പാട്ടിന്റെ ഈരടികൾ പൗലോസ് അന്ന് പണ്ടേ പാടിക്കഴിഞ്ഞായിരുന്നു, അല്ലെ? അവസാന സമയത്തും എന്നെ ഈ ഓട്ടം തികയ്പ്പിക്കുന്നത് കർത്താവാണ്. സകല ദുഷ്പ്രവൃത്തി വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുന്ന ആരാണ്? കർത്താവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏത് മൊമെന്റിലും, ഏത് ഉറക്കത്തിലും എഴുന്നേറ്റ് രക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് വേർഡ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം, എന്റെ കർത്താവ് എന്നെ രക്ഷിക്കും. ഇപ്പൊ മരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത്, അങ്ങനെ പറയാണ്, എന്നെ എന്റെ കർത്താവ് രക്ഷിക്കും, അല്ലെ? പക്ഷെ ഓട്ടം തികച്ചെന്ന് പറയുന്ന അതേ വ്യക്തിയിൽ പറയാണ്, എന്നെ എന്റെ കർത്താവ് രക്ഷിക്കും. ആ നിര്യാണ സമയത്ത് പൗലോസ് പറയുകയാണ്, എന്നെ എന്റെ കർത്താവ് രക്ഷിക്കും. അപ്പം പൗലോസ് അവസാനം പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ രക്ഷിക്കും. ഇനി എന്തിനാണ്? അവന് എന്നേക്കും മഹത്വം. ആമേൻ, സ്തോത്രം. അപ്പൊ രക്ഷയുടെ സകല മഹത്വവും പിതാവിനെ ഏൽപ്പിച്ചിട്ടാണ് പൗലോസ് മരണത്തിന് ഒരുങ്ങുന്നത്. ഒരു കംപ്ലീറ്റ് ക്രിസ്ത്യൻ ലൈഫിന്റെ പിക്ചർ ഈ ലേഖനത്തിൽ പൗലോസ് തന്റെ ജീവിതത്തിലൂടെയും ഉപദേശത്തിലൂടെയും എടുത്തു കാണിക്കുകയാണ്, അല്ലെ? നോക്കിയേ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, കർത്താവ് എന്നെ രക്ഷിച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ, അല്ലെ? ഇവിടെയാണ് പ്രവൃത്തികളിൽ ഫോക്കസ് ചെയ്യുന്ന ഉപദേശത്തോടുള്ള ഒരു ആഞ്ഞുള്ള കുത്തായത്, അല്ലെ? ഏറ്റവും വലിയ പ്രവൃത്തി കർത്താവിന് വേണ്ടി മരിക്കുന്നതല്ലേ? ആ മരിക്കുന്ന സമയത്ത് പോലും പൗലോസ് പറയാണ്, കർത്താവ് എന്നെ രക്ഷിക്കും. അതാണ് ആ ഒരു ഉപദേശം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴമായിട്ട് ഉറച്ചു എന്നുള്ള സത്യമാണത്. ആ പത്യോപദേശം ആഴമായിട്ട് ഉറച്ചാൽ അവന് ഒരു പ്രവൃത്തിയിലും ഫോക്കസ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ കർത്താവിന് വേണ്ടി ഇത്ര മരണത്തിന് വേണ്ടി ഇവരെ ഏൽപ്പിച്ചു, ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നല്ല പൗലോസ് പറയുന്നത്. ആ മരണത്തിന് പോകുമ്പോഴും, കർത്താവിന് വേണ്ടി പാനീയമായി ഒഴിക്കപ്പെടുമ്പോഴും, അൾട്ടിമേറ്റ് സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് ജീവൻ കൊടുക്കുന്ന സമയത്ത് പോലും ആ ഏറ്റവും മുന്നൊരുക്കിയ സൽപ്രവർത്തികളിൽ 100 സൽപ്രവർത്തികൾ മുന്നൊരുക്കിയായിരുന്നെങ്കിൽ 99 കഴിഞ്ഞ് 100ാമത്തതാണ് ഈ മരണം. അതിന്റെ അൾട്ടിമേറ്റ് സ്നേഹം വെളിപ്പെടുമ്പോഴും പൗലോസ് പറയാണ്, ഈ പ്രവൃത്തി നിമിത്തമല്ല, കർത്താവിനെ രക്ഷിക്കും. ആരെങ്കിലും നമുക്ക് എല്ലാവർക്കും ആ ഒരു പദവോർത്തം സ്തോത്രം ചെയ്യാമോ? അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, പ്രൈസ് ലോർഡ് ജീസസ്. നമുക്ക് അത് മാത്രമായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. പൗലോസിന്റെ അവസാന ജീവിതത്തിലും ആ അവസാന പ്രവൃത്തിയിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് എന്നേക്കും മഹത്വം. ആമേൻ, സ്തോത്രം. 5 മിനിറ്റ് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല, ഏകദേശം നമുക്ക് അവസാനിക്കുന്നുണ്ട്, നമുക്ക് അവസാനിപ്പിക്കാം.
ക്രിസ്തയ്ക്കും അഖിലാവിനും ഒനേസിഫോറസിന്റെ കുടുംബത്തിന് വന്ദനം ചൊല്ലുക. എരസ്തോസ് പുരത്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലത്തോസിൽ രോഗിയായി വിട്ടിട്ട് പോകുന്നു. അല്ലെ, ഒരു ഭാഗത്ത് പൗലോസിന്റെയൊക്കെ നെടല് തട്ടി അല്ലെങ്കിൽ അവരുടെയൊക്കെ കർച്ചീഫ് കൊണ്ട് സൗഖ്യമാക്കപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. സുവിശേഷീകരണത്തിൽ അതൊക്കെ സംഭവിക്കും. പക്ഷെ ഗ്രാജുവലി മുന്നോട്ടുള്ള യാത്രയിൽ പൗലോസിന് എന്ത് ചെയ്യേണ്ടി വന്നു? ചില വ്യക്തികളെ രോഗികളായിട്ട് തന്നെ വിട്ടേച്ചു പോകുന്നു. അപ്പൊ അതൊക്കെ ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ പാഠങ്ങളാണ്. അല്ലെ, എപ്പോഴും രോഗസൗഖ്യം കിട്ടണമെന്നില്ല. ചില വ്യക്തികൾക്ക് വേണ്ടി രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കാം, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെങ്കിൽ കർത്താവിന്റെ ഹിതത്തിന് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ, ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ്, ആദ്യ പാഠങ്ങളെ വിട്ട്, ആദ്യത്തെ അനുഭവങ്ങളൊക്കെ വിട്ട് ചിലപ്പം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന സ്വഭാവത്തിലൊക്കെ പൗലോസ് വന്നു കഴിഞ്ഞു. രോഗിയായിട്ട് വിട്ടിട്ട് പോകുന്നു. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു തണുപ്പുകാലം വരാൻ പോകുന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ കാണുന്നത്. യുബുലോസും പൂദേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാർ എല്ലാവർക്കും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പൊ ആ ഒരു ഏരിയയിൽ പൗലോസിന് കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു അവിടെയുള്ള ചർച്ചിലെ മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അവരെല്ലാവരുടെയും വന്ദനം ചൊല്ലിക്കൊണ്ട് അവരുടെ ഗ്രീറ്റിംഗ്സ് അറിയിച്ചുകൊണ്ട്, യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടെ ഇരിക്കട്ടെ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ആത്മാവ് അതോടൊപ്പം തന്നെ ആ കൃപ വാഗ്ദത്തം ചെയ്തുകൊണ്ട്, അത് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. എന്നിട്ട് പറയാണ്, ആ ഗ്രീറ്റിംഗ്സിൽ എന്താണ് കാണുന്നത്? നമ്മുടെ ആത്മാവോട് ഞാനിപ്പോ സാക്ഷി പറയുന്ന, എന്നെ സകല ശുശ്രൂഷകളിലും നിർവൃതിയെ നിവർത്തിച്ച, എന്നെ കൊണ്ട് വചനം പ്രസംഗിപ്പിച്ച, എന്റെ ഉപദ്രവങ്ങളിൽ എന്നെ വിടുവിച്ച, എന്റെ ഉപദ്രവങ്ങളിൽ എന്റെ കൂടെ നിന്ന, ഞാൻ ഒറ്റയ്ക്കായിട്ട് എന്റെ കൂടെ എന്നെ ഒറ്റക്കാക്കാതെ എന്നെ നിർത്തിയ, എല്ലാവരും കൈവിട്ടിട്ടും എന്നെ കൈവിടാത്ത, സകല ദുഷ്പ്രവൃത്തിയും വിടുവിച്ച, അല്ലെ, എന്നെ ഒരു ഭടനായി വേല തികച്ച ഈ കർത്താവ് നിന്റെ ആത്മാവോടും കൂടി ഇരിക്കട്ടെ. അപ്പം അതേ പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ തനിക്ക് കൂടെ ഉണ്ടായിരുന്ന കർത്താവ് തന്റെ കൂടെ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഒരു ആശംസയുമാണ് ഇവിടെ കാണുന്നത്. ആ കൃപയെ ശക്തിപ്പെടാനുള്ള ഒരു ആഹ്വാനവുമാണ് ഇവിടെ കാണുന്നത്. അപ്പം തിമോഥെയോസിന്റെ രണ്ടാമത് എഴുതിയ ലേഖനം, പൗലോസിന്റെ ഏകദേശം അവസാനത്തെ ലേഖനം, 4 അധ്യായങ്ങൾ നമ്മൾ വാക്യപ്രതി വാക്യമായി കടന്നുപോയി. പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ. ദൈവത്തിന്റെ ആത്മാവ് തുറന്നു ഈ ലേഖനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാനും പറയുവാനും ആര് ഫ്ലോ തന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു, ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കാനാകട്ടെ. സ്തോത്രം.